പ്രിയമുള്ളവരെ, നമുക്കിടയിൽ എഴുതുകയും പ്രവർത്തിക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്ത ഒരാളുടെ സമൂഹത്തിൽ നൽകിയ സംഭാവനകളെ പലരും മറന്നു പോവുകയും അത്തരമൊരു സന്ദർഭത്തിൽ അതിനെ ഓർത്തെടുക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ നമ്മൾ ജാതി, വർഗം, ബ്രാഹ്മണ്യ വിമർശനം എന്നതിനെ സംബന്ധിച്ച മാർക്സിൻ്റെയും അംബേദ്കറുടെയും കാഴ്ചപ്പാടുകളെ സംബന്ധിച്ച് ഒരു സംവാദത്തിൽ ഏർപ്പെടുമ്പോൾ അതൊരു അക്കാദമിക്കായ കാര്യമായിട്ടല്ല ഞാൻ കാണുന്നത്. മറിച്ച് 1925 സംഘപരിവാർ രൂപം കൊള്ളുന്നതെങ്കിൽ അതിനടുത്ത കാലത്ത് തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപപ്പെട്ടതും അതുപോലെ തന്നെ RSS രൂപീകരണത്തെ തുടർന്നുള്ള തൊട്ടടുത്ത വർഷങ്ങളിലാണ് RSS അടിസ്ഥാനമാക്കിയിട്ടുള്ള മനുസ്മൃതി അടക്കമുള്ള സ്മൃതികളും ശ്രുതികളും എത്രമാത്രം ജനാധിപത്യ വിരുദ്ധമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ പിന്തുടരുന്ന RSSന്റെ ഭീഷണിക്കെതിരായിട്ട് തന്നെ മനുസ്മൃതി കത്തിക്കുന്നത്. അതായത് ഒരു നൂറ്റാണ്ട് പിന്നിട്ടിരിക്കുന്നു നമ്മൾ. ഈ ഒരു നൂറ്റാണ്ട് കഴിയുമ്പോൾ സംഘപരിവാറിൻ്റെ നേതൃത്വത്തിലുള്ള ബ്രാഹ്മണിക്കൽ ഹിന്ദുത്വ ഫാസിസം നമ്മളുടെ എല്ലാ ഭരണഘടനാ സംവിധാനങ്ങളെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആഴത്തിൽ വരിഞ്ഞു മുറുക്കുന്ന ഒരു ഘട്ടത്തിൽ നാം നടത്തുന്ന ചർച്ച അതുകൊണ്ടാണ് അക്കാഡമിക്കല്ല, നമ്മുടെ നിലനിൽപ്പിൻ്റെയും അതിജീവനത്തിൻ്റെതുമായ ഒരു ജീവൻ മരണ പ്രശ്നമായിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ന് സംഘപരിവാറിന് രാഷ്ട്രീയ അധികാരത്തെ തുടരാൻ കഴിയുന്നത് ജാതി വ്യവസ്ഥയെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് എന്ന് നമുക്കറിയാം. ഈ ജാതി വ്യവസ്ഥ ലോകത്ത് മറ്റൊരിടത്ത് നിലനിൽക്കുന്നതല്ല. അത് അതിഭീകരമായി നിലനിൽക്കുന്നത് ഏഷ്യയിൽ, പ്രത്യേകിച്ച് ഇന്ത്യയിലാണ്. ഇങ്ങോട്ട് കടന്നു വന്നിട്ടുള്ള എല്ലാ മതങ്ങളെ കൂടി അത് സ്വാംശീകരിക്കുകയും ഇതിനെ ഭാഗമാക്കി മാറ്റുകയും ചെയ്തു. നമ്മുടെ സംവാദത്തിന്റെ തുടക്കത്തിലേക്ക് സൂചിപ്പിച്ചിരുന്നു. ഇപ്പോൾ മുസ്ലിങ്ങൾക്കിടയിൽ, ഇന്ത്യയിലേക്ക് കടന്നു വരുന്ന മുസ്ലിങ്ങൾക്കിടയിൽ കൃത്യമായ ജാതി വിഭജനമുണ്ട്. അത്തരത്തിൽ ഏത് പ്രത്യയശാസ്ത്രത്തെയും ഏത് മതത്തെയും ഇന്ത്യയിലേക്ക് കടന്നു വരുന്നതിനെയൊക്കെ തന്നെ സ്വാംശീകരിക്കാനും അതിന് അതിജീവിക്കാനും കഴിയാവുന്ന തരത്തിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എത്രയെത്ര ജാതി വിരുദ്ധ പോരാട്ടങ്ങളാണ് 19-ാം നൂറ്റാണ്ടിന്റെ അവസാനം മുതൽ 20-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ വരെ. അംബേദ്കർ മാത്രമല്ല, ജ്യോതിബ ഫൂലെയുടെ, പെരിയാറിന്റെ മുതൽ കേരളത്തിൽ അയ്യങ്കാളിയുടെ അതേപോലെയുള്ള ഒട്ടേറെ പോരാട്ടങ്ങൾ ഈ ജാതി വ്യവസ്ഥയ്ക്കെതിരായിട്ട് നടന്നിട്ടുണ്ട്. സ്ത്രീകളുടെ വിമോചനത്തിന് വേണ്ടി നടന്നിട്ടുണ്ട്. പക്ഷെ ഇത്തരം എല്ലാ പോരാട്ടങ്ങളെയും പരാജയപ്പെടുത്താനും കൂടുതൽ ശക്തിയോടെ ആധിപത്യത്തിൽ തുടരാനും ജാതി വ്യവസ്ഥയ്ക്ക് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അത് കേവലമായ ഒരു ഒപ്രഷൻ പ്രശ്നം മാത്രമല്ല, അല്ലെങ്കിൽ ഒരു വിവേചനത്തിൻ്റെയോ അടിച്ചമർത്തലിന്റെ പ്രശ്നമല്ല. ജാതി എന്ന് പറയുന്ന ഒരു വ്യവസ്ഥ തന്നെയാണ്. അതുകൊണ്ടാണ് അംബേദ്കർ ചൂണ്ടിക്കാണിച്ചത് കാസ്റ്റ് ഈസ് ദ ക്ലോസ്ഡ് ക്ലാസ്. ക്ലാസ് എന്നുള്ള അവസ്ഥയിൽ നിന്ന് വർഗത്തെ മാറാൻ കഴിയും. തൊഴിലാളി വർഗത്തിന് ഉൽപാദനോപാധികൾ സ്വന്തമാക്കി കഴിഞ്ഞാൽ അത് മറ്റൊരു വർഗമായി മാറിത്തീരാൻ കഴിയും. അതുപോലെ തന്നെ തൊഴിലാളി വർഗത്തിലേക്ക് മറ്റു വർഗത്തിൽ നിന്നുള്ള ആളുകൾക്ക് വരാൻ കഴിയും. പക്ഷേ ജാതി മാറാൻ കഴിയില്ല. മതം മാറാൻ കഴിയും, ജാതി മാറാൻ കഴിയില്ല. അത് മാറ്റമില്ലാത്ത ഒരു അടഞ്ഞ വർഗമായിട്ടാണ് ജാതി നിലനിൽക്കുന്നത്. ഇപ്പൊ മാർക്സത്തെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് വർഗ രൂപീകരണത്തെ കാണുന്നത്? അത് മിച്ചമൂല്യ സമാഹരണത്തിന്റെ അടിസ്ഥാനത്തിലും അതുപോലെ മോഡ് ഓഫ് പ്രൊഡക്ഷന്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് ഈ വർഗ രൂപീകരണത്തെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടുകൾ മാർക്സ് സ്വരൂപിച്ചിട്ടുള്ളത്. അത്തരത്തിൽ പരിശോധിക്കുമ്പോൾ മാർക്സ് മുതലാളിത്തം കാലഹരണപ്പെട്ടിരിക്കുന്നു. അത് മുതലാളിത്തം രൂപം കൊള്ളുന്നത് അതിൻ്റെ അന്ത്യം കുറിക്കുവാൻ കഴിയുന്ന വർഗത്തെ കൊണ്ട് രൂപീകരിച്ചുകൊണ്ടാണ്. ചരിത്രപരമായി അത് കാലഹരണപ്പെട്ടിരിക്കുന്നു എന്ന് പ്രസ്താവിക്കുന്നത് മുതലാളിത്തത്തിൻ്റെ യൗവന കാലഘട്ടത്തിലാണ്. അതിൻ്റെ ദൗർബല്യങ്ങൾ പ്രകടമായി തുടങ്ങിയിരുന്നില്ല. അപ്പോൾ ആ ഒരു ഘട്ടത്തിലും മുതലാളിത്തം അതിജീവിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് പ്രതിസന്ധികൾ അതിൽ അന്തർലീനമാണ് എന്ന സമീപനത്തിലേക്ക്, വിശകലനത്തിലേക്ക് എത്തുന്നത് മുതലാളിത്തത്തിന്റെ ചലനനിയമങ്ങളെ, സാമൂഹ്യ ചലനനിയമങ്ങളെ വിശകലനം ചെയ്തുകൊണ്ടാണ്. അതൊരു യൂറോപ്യൻ കേന്ദ്രീകൃതമായ ഒരു വിശകലനമായിരുന്നു മാർക്സ് നടത്തിയത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അക്കാലഘട്ടത്തിൽ ഇന്നത്തേതുപോലെ സാങ്കേതിക വിദ്യകൾ വലിയ വികാസം കൈവരിക്കാതിരുന്ന ഒരു കാലഘട്ടത്തിൽ യൂറോപ്യൻ സാമൂഹ്യ ക്രമത്തെ വിശകലനം ചെയ്തുകൊണ്ട് അദ്ദേഹം നടത്തിയ നിരീക്ഷണത്തിൽ അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നുണ്ട്. വ്യത്യസ്തമായ മോഡ് ഓഫ് പ്രൊഡക്ഷൻ നിലനിൽക്കുന്ന ഏഷ്യാറ്റിക് മോഡ് ഓഫ് പ്രൊഡക്ഷനെ കുറിച്ച് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. 1853 മുതൽ 63 വരെയുള്ള അദ്ദേഹത്തിന്റെ കൃതികളിൽ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള വിശദീകരണങ്ങളുണ്ട്. അതനുസരിച്ച് ഇന്ത്യയിലെ വർഗ രൂപീകരണത്തിൻ്റെയും മിച്ചമൂല്യ സമാഹരണത്തിനെയും മനസ്സിലാക്കുന്നതിൽ മോഡ് ഓഫ് പ്രൊഡക്ഷന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ വർഗം ഏത്, അല്ലെങ്കിൽ അത് രൂപീകരണം എങ്ങനെയെന്ന്
മനസ്സിലാക്കുന്നതിലാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകൾക്ക് ദൗർബല്യമുണ്ടായത്, വളരെ ഗുരുതരമായ ദൗർബല്യമുണ്ടായി. അതേസമയം 1930 ഡ്രാഫ്റ്റ് പ്ലാറ്റ്ഫോം ഫോർ ആക്ഷൻ എന്ന ഡോക്യുമെന്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിൽ വളരെ കൃത്യമായി ജാതി വ്യവസ്ഥയ്ക്കെതിരായ അല്ലെങ്കിൽ ജാതി വിരുദ്ധ സമരത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെ കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷേ 31 ആകുമ്പോഴേക്കും ലെനിൻഗ്രാഡ് ഡിസ്കഷൻ പോലെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതിൽ സ്റ്റാലിന്റെ നേതൃത്വത്തിലാണ് നടക്കുന്നത്. സ്റ്റാലിൻ തൊഴിലാളി വർഗത്തിന്റെ മഹത്തായ നേതാവായിരിക്കുമ്പോഴും ഈ വർഗ ന്യൂനീകരണത്തിലടക്കം, കൊമിന്റോൺ പിരിച്ചുവിട്ടതിലടക്കം നിരവധി രംഗങ്ങളിൽ സ്റ്റാലിന് ഗുരുതരമായ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ സോവിയറ്റ് കേന്ദ്രീകൃതമായിട്ടുള്ള, യൂറോ കേന്ദ്രീകൃതമായുള്ള ഈ വർഗ ന്യൂനീകരണത്തിന്റെ സമീപനങ്ങൾ സാർവദേശ രംഗത്ത് തന്നെ മുന്നോട്ട് വെക്കപ്പെടുന്നുണ്ട്. അതിന്റെ ചുവട് പിടിച്ചുകൊണ്ടുകൂടിയാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകൾ ഇത്തരത്തിലുള്ള ഈ ജാതി വിരുദ്ധ പ്രക്ഷോഭത്തെ അതിന്റെ അജണ്ടയിൽ നിന്നും ഒഴിവാക്കുന്നത്. അല്ലെങ്കിൽ യൂറോ കേന്ദ്രീകൃതമായ ഒരു യാന്ത്രിക മെക്കാനിക്കലായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിനെ ഇന്ത്യയിലേക്ക് പറിച്ചു നടന്നൊരവസ്ഥയുണ്ടായി. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ലോകത്തെ സംബന്ധിച്ചിടത്തോളം സാങ്കേതിക വിദ്യയൊന്നും അതിന് സൂചിപ്പിച്ചാലും വികസിതമല്ലാത്തത് കൊണ്ട് ഈ ലെനിൻഗ്രാഡ് ഡിസ്കഷനെ സംബന്ധിച്ചുള്ള പ്രമേയങ്ങളോ അല്ലെങ്കിൽ അത് സംബന്ധിച്ചുള്ള നിലപാടുകളോ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകളിലേക്ക് ആ സമയത്ത് എത്തിയിരുന്നില്ല. ആ ഘട്ടത്തിൽ അംബേദ്കറും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകളും യോജിച്ച് തന്നെയാണ് മുന്നോട്ട് പോയത്. അംബേദ്കറുടെ ലേബർ പാർട്ടിയും INTUC യോജിച്ച് തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. പിന്നീട് ഇത് ഇല്ലാതാകുന്നത് ഈ ജാതി വിരുദ്ധ സമീപനം ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൈയൊഴിയുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകളോട് ഇതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൊമിന്റോൺ നിലപാട് എന്ന് അന്നത്തെ ബ്രിട്ടീഷ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെയാണ് ബോധ്യപ്പെടുത്തുന്നത് എന്ന് ചരിത്രരേഖകൾ പറയുന്നുണ്ട്. അതോടുകൂടി അംബേദ്കർ മൂവ്മെന്റും കമ്മ്യൂണിസ്റ്റ് മൂവ്മെന്റും തമ്മിലുള്ള വൈരുദ്ധ്യങ്ങൾ വളരെ രൂക്ഷമാകുകയാണ് ഉണ്ടായത്. അംബേദ്കർ സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയമായിട്ടുള്ള മാറ്റത്തിന് വേണ്ടിയുള്ള പ്രക്ഷോഭങ്ങൾ, രാഷ്ട്രീയ പരിവർത്തനത്തിനുള്ള പ്രക്ഷോഭങ്ങളും അതുപോലെ തന്നെ സാമൂഹ്യ പരിഷ്കരണത്തിന് വേണ്ടിയുള്ള പ്രക്ഷോഭങ്ങളും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ്. അത് രണ്ട് തരത്തിലേക്ക് പോയത് കൊണ്ട് തന്നെയാണ് ഇന്ത്യൻ വിപ്ലവവും അല്ലെങ്കിൽ രാഷ്ട്രീയ പരിഷ്കരണം പൂർത്തീകരിക്കാനോ സാമൂഹ്യ പരിഷ്കരണം പൂർത്തീകരിക്കാനോ ഇന്ത്യയിൽ കഴിയാതെ പോയത് എന്നിടത്തു നിന്നുകൊണ്ടാണ് ഇന്ന് സംഘപരിവാറിന് അതിൻ്റെ രാഷ്ട്രീയ അധികാരം ഉറപ്പിച്ചെടുക്കാൻ കഴിഞ്ഞിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ട് നാം ഉണ്ടായിട്ടുള്ള ഏകപക്ഷീയതയെ മനസ്സിലാക്കുകയും തിരിച്ചറിയുകയും മറികടക്കുകയും ചെയ്യേണ്ടതുണ്ട്. ജാതി വ്യവസ്ഥയ്ക്കെതിരായ സമരത്തിനുണ്ടായ വീഴ്ചകളെ മനസ്സിലാക്കാനും അല്ലെങ്കിൽ പരിശോധിക്കാനും അതിനനുസരിച്ച് പരീക്ഷണാത്മകമായ നടപടികൾ സ്വീകരിച്ചുകൊണ്ടല്ലാതെ നമുക്കിന്ന് മുന്നോട്ട് പോകാൻ കഴിയില്ല. പഴയ പ്രയോഗങ്ങളൊക്കെ തന്നെ പലതും അപ്രസക്തമായി കഴിഞ്ഞിരിക്കുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇന്ന് സോഷ്യൽ എഞ്ചിനീയറിംഗ് ഏറ്റവും ശക്തമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഫാസിസ്റ്റുകളാണ്. അവരാണെന്ന് ഡിപ്രസ്ഡ് ക്ലാസ്സിനെ തങ്ങളുടെ രാഷ്ട്രീയ അധികാര പ്രയോഗത്തിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അത്തരമൊരു അവസ്ഥയിൽ ഇന്നത്തെ ഈ ജാതി വ്യവസ്ഥയുടെ അതിൻ്റെ ചലനക്രമങ്ങളെ ശരിയായി മനസ്സിലാക്കുകയും അതനുസരിച്ചുള്ള സമീപനം നമ്മൾ സ്വീകരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം ഈ അടിത്തറയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ സാമ്പത്തിക അടിത്തറയാണ് മറ്റു കാര്യങ്ങളെ നിർണ്ണയിക്കുന്നത് എന്ന് പറയുന്ന യാന്ത്രിക വീക്ഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ സാമ്പത്തിക അടിത്തറയ്ക്ക് മുകളിൽ ഇപ്പോൾ ചൂഷണ സംവിധാനം ജാതി ഉപയോഗപ്പെടുന്നു. അപ്പോൾ ഈ ചൂഷണ സംവിധാനം മറികടന്നുകൊണ്ട് ജാതിയെ തകർക്കാൻ കഴിയൂ എന്നുള്ള സമീപനങ്ങളൊക്കെ വരുമ്പോൾ സംഭവിക്കുന്നത് ഈ ജാതി ഇതിലേക്ക് തന്നെ ഒരു ഉപരിഘടനയുടെ പ്രശ്നമായി ന്യൂനീകരിച്ച് കാണുക എന്നുള്ളതാണ്. അപ്പോൾ ഈ അടിത്തറ മേൽപ്പുര സംബന്ധിച്ചുള്ള ഈ നിലപാടുകൾ ഒരു യാന്ത്രിക നിലപാടായി വരുന്നുണ്ട്. ഇത് പരസ്പരം തുളച്ചു കയറുന്നതും പരസ്പരം സ്വാധീനിക്കുന്നതുമാണ്. എന്ന് മാത്രവുമല്ല, നമുക്ക് ഈ അടിത്തറ മാറ്റിപ്പണിയണമെങ്കിൽ മേൽപ്പുര പൊളിക്കാതെയാണ് നമ്മൾ അടിത്തറ മാറ്റാൻ ശ്രമിക്കുന്നതെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? മേൽപ്പുര മൊത്തത്തിൽ ഇടിഞ്ഞ് നമ്മുടെ തലയിലേക്ക് വീഴുന്ന ഒരവസ്ഥയാണ് സൃഷ്ടിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം യാന്ത്രിക സമീപനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് പോകാൻ കഴിയില്ല. ഇപ്പം ജാതി എന്ന് പറയുന്നത് കേവലമായ ഒരു സാമ്പത്തിക സമ്പർക്കമല്ല. അത് ഏതൊരു സാമ്പത്തിക വ്യവസ്ഥയ്ക്കകത്തും തുളച്ചു കയറാനും അതിനെല്ലാം നിയന്ത്രിക്കാനും കഴിയും. അതൊരു ഫ്യൂഡലിസത്തിൻ്റെ അവശിഷ്ടമായിട്ടോ ഒന്നും തന്നെ മാത്രമായിട്ട് നമുക്ക് ചുരുക്കി കാണാൻ കഴിയില്ല. ഇത് കോർപ്പറേറ്റ് മൂലധനത്തിന് കീഴിൽ ഈ ജാതി പ്രവർത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് IIT-യിലും അതുപോലെ തന്നെ സൈബർ വാലിയിലും ഒക്കെ തന്നെ ജാതിയുടേതായ ആധിപത്യത്തിൻ്റെ വാർത്തകൾ നമ്മൾ നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ജാതി ഒരു പ്രത്യേക സാമ്പത്തിക സമ്മർദ്ദവുമായിട്ട് ബന്ധപ്പെട്ടല്ല നിൽക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ജാതി വ്യവസ്ഥയെ ശരിയായി തിരിച്ചറിയുകയും ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വേദ കാലഘട്ടത്തിൽ ഈ വർണ്ണ വ്യവസ്ഥയിലൂടെയാണ് അല്ലെങ്കിൽ വർണ്ണ രൂപത്തിലാണ് വർഗ രൂപീകരണം ആരംഭിക്കുന്നത്. ഈ വേദാനന്തര സമൂഹത്തിൽ ആയിത്തീരുമ്പോഴേക്കും ഇന്ത്യയുടെ വിശാലമായ പ്രദേശങ്ങളിലെ സംബന്ധിച്ചിടത്തോളം ഈ
വർണ്ണ വ്യവസ്ഥയിലെ ബ്രാഹ്മണർ, ക്ഷത്രിയർ തുടങ്ങിയവർ ഭരണവർഗമായി മാറിത്തീരുകയും അതേസമയത്ത് ഈ അധ്വാന ശക്തികൾ എന്ന് പറയുന്നവർ, അല്ലെങ്കിൽ അതിന് ഈ അധികാരത്തിന് പുറത്തു നിൽക്കുന്ന വിഭാഗമായിട്ട് വരുന്ന ആളുകൾ, അതിനിരയായി തീരുന്ന ആളുകൾ, പ്രത്യേകിച്ച് വൈശ്യരും ശൂദ്രരും അടങ്ങുന്ന ആളുകൾ അവരുടെ പ്രധാനങ്ങളായി മാറിത്തീരുകയും ചെയ്തിട്ടുണ്ടെന്നാണ്. ഒരു 500 വർഷക്കാലത്തോളം അത് തുടരുകയും പിന്നീട് ഈ മനോവാദ ശക്തികളുടെ ആധിപത്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുകയും ഇന്നത്തെ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യം എത്തിച്ചേരുകയും ചെയ്തു എന്ന് നമ്മൾ മനസ്സിലാക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അപ്പോൾ ഇത്തരം ഒരു അവസ്ഥയെ മറികടക്കാൻ കഴിയാവുന്ന രൂപത്തിലുള്ള പോരാട്ടങ്ങളിൽ ഒന്നിക്കാൻ തീർച്ചയായും അംബേദ്കറിസ്റ്റുകൾക്കും കമ്മ്യൂണിസ്റ്റുകൾക്കും കഴിയേണ്ടതുണ്ട്. അഭിനവ അംബേദ്കറിസ്റ്റുകൾ പലപ്പോഴും മാർക്സത്തെ ഞങ്ങൾ പരാജയപ്പെടുത്തിയിരിക്കുന്നു, ഇനി മാർക്സത്തോട് കണക്ക് തീർത്തുകൊണ്ടല്ലാതെ അംബേദ്കർ മൂവ്മെന്റിന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പ്രഖ്യാപിക്കുമ്പം ഫലത്തിൽ അത് ആരെയാണ് സഹായിക്കുന്നത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അംബേദ്കറുടെയും ശത്രുപക്ഷത്തേക്ക് നിർത്താതെ കമ്മ്യൂണിസ്റ്റുകളുടെയും അംബേദ്കറുടെയും യോജിച്ച പ്രക്ഷോഭങ്ങളാണ് ഉണ്ടാകേണ്ടത്. അതിന് അംബേദ്കറെ നമ്മൾ കമ്മ്യൂണിസ്റ്റ് ആക്കേണ്ടതില്ല. അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റുകളെല്ലാം അംബേദ്കറുകളും ആകേണ്ടതില്ല. അല്ലാതെ തന്നെ യോജിച്ച പ്രക്ഷോഭങ്ങളിലൂടെ ഇന്നത്തെ ഈ സവർണാധിപത്യ, ബ്രാഹ്മണിക്കൽ, ഫാസിസ്റ്റ് വ്യവസ്ഥയ്ക്കെതിരായിട്ടുള്ള ജനാധിപത്യത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ള കടമ ഏറ്റെടുക്കലാണ് പ്രധാനം എന്ന് തിരിച്ചറിയണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അഭിവാദ്യങ്ങൾ.